നമസ്കാരം എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഇന്നത്തെ ഗൈഡൻസ് മെസ്സേജ് കൂടി പോയി കേൾക്കാൻ ശ്രമിക്കുക. നല്ല മെസ്സേജസ് വന്നിട്ടുണ്ടായില്ലേ, ഒന്ന് കേൾക്കാൻ ശ്രമിക്കുക. ഓക്കെ, ആൻഡ് ഞാൻ ആക്ച്വലി ഈ രണ്ട് റീഡിങ്ങും ഞാൻ റെക്കോർഡ് ചെയ്ത് റെഡിയാക്കി അപ്ലോഡ് ചെയ്യാൻ കേൾക്കുമ്പോഴാണ് നോക്കിയപ്പോഴാണ് വീഡിയോ ജസ്റ്റ് ഈ ഒരു പോർഷനേ വന്നിട്ടുള്ളൂ. ആകെ അതെങ്ങനെയാണ് സ്ക്രീൻ തിരിഞ്ഞു പോയെന്ന് എനിക്കറിയില്ല. ഓക്കെ, എന്തോ ഇനിയിപ്പോൾ എൻ്റെ കൈ തട്ടിയോ എന്ത് ചെയ്തെന്ന് എനിക്കറിയില്ല, എന്തോ പറ്റി. അപ്പോൾ എന്തായാലും എനിക്കെല്ലാം ഫുൾ റെക്കോർഡ് ആദ്യമേ ചെയ്യേണ്ടി വന്നു. സോ ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് രാത്രി ആകുമ്പോഴേക്കും എനിക്ക് നിങ്ങൾക്ക് രാത്രി ഞാൻ അപ്ലോഡ് ചെയ്താലാണ് നിങ്ങൾക്ക് രാവിലെ കാണാൻ പറ്റുക. സോ അപ്പോഴേക്കും എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നു. വേഗം സമയത്തിനാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ചെയ്തേക്കും, കാരണം എന്തൊക്കെയോ ഒരു തടസ്സങ്ങൾ വരുന്ന പോലെയുണ്ട്. പക്ഷെ സാരില്ല, എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല, ഞാൻ നേരത്തെയും പറഞ്ഞു. ഞാൻ വേണ്ടാന്ന് വിചാരിച്ചാണ് സത്യം പറഞ്ഞാൽ. സെക്കൻഡ് ടൈം റെക്കോർഡിങ് വയ്യാന്ന് വിചാരിച്ച് ഞാൻ വിട്ടതാണ്. പിന്നെ വേണ്ട, ചെയ്തേക്കാം എന്തായാലും നമ്മൾ, കാരണം നമ്മുടെ ഒരു എഫേർട്ട് ഇതിൽ ആവശ്യമാണല്ലേ. നമ്മൾ ചെയ്യാൻ തടസ്സങ്ങൾ വരും, അതിനെ മറികടക്കുക എന്നല്ലേ ഞാൻ നിങ്ങളോട് പറയുന്നത് എപ്പോഴും. അപ്പോൾ ഞാനും ചെയ്യണ്ടേ? തടസ്സങ്ങൾ വന്നു, ശരിയാണ്, റെക്കോർഡിംഗ് ഒന്നും ശരിയായില്ല, ഓക്കെ, ഒരിക്കൽ കൂടെ ചെയ്യാം. അതിനിപ്പോൾ എന്താ, കുറച്ച് എഫേർട്ട് വേണം, അത്രയല്ലേ ഉള്ളൂ, സാരില്ല. ഓക്കെ, അപ്പോൾ അടുത്ത റീഡിങ്ങിലേക്ക് കടക്കുന്നു. ഞാൻ ഗൈഡൻസ് കേൾക്കാൻ പറ്റിയാൽ പോയിട്ട് ഓക്കെ, എൻ്റെ നല്ലോണം എഫേർട്ട് ഉണ്ടായില്ല, ഒന്ന് പോയി കേൾക്കൂ കേട്ടോ പ്ലീസ്. ഓക്കെ. സോ റീഡിങ് ഇതിന് ഞാൻ ക്വസ്റ്റ്യൻ നേരത്തെ എടുത്തത് തന്നെയായിരുന്നു. ഓക്കെ, റിലേഷൻഷിപ്പ് റീഡിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് നിങ്ങളുടെ പേഴ്സണിൻ്റെ ലൈഫിൽ നിങ്ങൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നോക്കാം. ഓക്കെ, മേ ബി ആ നേരത്തെ റീഡിങ് നിങ്ങൾ കേൾക്കാനുള്ളതായിരിക്കില്ല, അതുകൊണ്ടായിരിക്കും അത് മാറിപ്പോയത് കേട്ടോ. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മെസ്സേജെങ്കിലും നിങ്ങൾക്ക് എത്തുന്നു ഞാൻ വിചാരിക്കുന്നു. നോക്കാം, നിങ്ങളുടെ പേഴ്സണിൻ്റെ ലൈഫിൽ നിങ്ങൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ആൻഡ് സെൽഫ് ലവ് ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് May 1 വേണ്ടവർ കോൺടാക്ട് ചെയ്യാൻ ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ഓക്കെ, നമുക്ക് റീഡിങ് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി പറയാം. ഓക്കെ, ലെറ്റ്സ് സീ. ആദ്യം റീഡിങ് തീർക്കട്ടെ. Ace of Pentacles, Queen of Cups. ആ റീഡിങ്ങിനെക്കാട്ടിൽ ഇതൊരു നല്ലതാണ് ആക്ച്വലി. യെസ്, അതിനേക്കാളും ഇത് നല്ലതാണ്. സോ അതുകൊണ്ട് തന്നെ ആയിരിക്കും അത് മാറിപ്പോയത്. ഗുഡ്, എല്ലാം നല്ല ഇന്ന് അല്ലേ. സർവം എന്തോ പറയും. ഓക്കെ, സർവം മായ. യെസ്, മായ എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ മാജിഷ്യൻ. ഓക്കെ, മജീഷ്യൻ കാർഡ് ഉണ്ട് ഇവിടെ, ബോട്ടം ഓഫ് ദ ഡെക്ക്. അപ്പോൾ എനർജി ഒരു നല്ല കാര്യങ്ങൾ മാനിഫെസ്റ്റ് ആവുന്നു എന്ന് പറയാം. ഓക്കെ, നിങ്ങൾ ആഗ്രഹിച്ചത് മാനിഫെസ്റ്റ് ആവുന്നു എന്ന് പറയാം. നിങ്ങൾ ആഗ്രഹിച്ച പോലെ കാര്യങ്ങൾ നടക്കുന്നു എന്ന് പറയാം. നല്ലൊരു കാർഡാണിത്. മജീഷ്യൻ കാർഡ് ഇസ് റിയലി ഗുഡ്. ഓക്കെ, എന്ത് വേണോ നിങ്ങൾക്കത് നിങ്ങൾക്ക് സാധിച്ചെടുക്കാം എന്നും പറയാം. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് തരുന്നു എന്നും പറയാം. ഓക്കെ, നിങ്ങളത് റിസീവ് ചെയ്യാൻ റെഡി ആയാൽ മതി, അത്രേ വേണ്ടൂ. ആക്ച്വലി റിസീവ് ചെയ്യാൻ റെഡി ആവാം. യെസ്, നിങ്ങൾക്കൊരു ഇവിടെ നമ്മൾ ചോദിച്ചത് പേഴ്സണിന് നിങ്ങൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ്. നിങ്ങൾ ഇമ്പോർട്ടൻ്റ് തന്നെയാണ് നിങ്ങളുടെ പേഴ്സണിന്. ഓക്കെ, കാരണം അവർ നിങ്ങളുമായിട്ടൊരു കമ്മിറ്റ്മെൻ്റ് ആണ് ഇവിടെ ആഗ്രഹിക്കുന്നത്. ഓക്കെ, കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് മാരേജ് എന്ന് പറയുന്നില്ല ഞാൻ. ഓക്കെ, ആ രീതിക്ക് വേണ്ട, മാരേജ് ആയിട്ട് എടുക്കണ്ട. പക്ഷെ പറയാം നമുക്ക് ആക്ച്വലി ഇതും 9 of Pentacles ഇതും കൂടി പറയുമ്പോൾ ഡെഫിനറ്റ്ലി ഒരു മാരേജിൻ്റെ ചാൻസസ് ആണ്. പക്ഷെ പോട്ടെ, അതില്ലെങ്കിലും നിങ്ങളോട് കമ്മിറ്റഡ് ആണ് ആ പേഴ്സൺ. ഓക്കെ, മനസ്സുകൊണ്ട് അവർ ആത്മാർത്ഥമായിട്ട് ഒരു ശരിക്കും ജെനുവിനായിട്ട് ഒരു കമ്മിറ്റ്മെൻ്റ് ആയിട്ടാണ് ഇത് ഇവിടെ Ace of Pentacles കാണുന്നത്. ഓക്കെ, തന്നെ നമ്മളൊരു ഗ്രൗണ്ടഡ് ഒരു സ്റ്റേബിളായ ഒരു എനർജി എന്ന് പറയും. എന്ന് വെച്ചാൽ നമ്മൾ ഉറപ്പിച്ച് പറയാം നമുക്ക്. ഓക്കെ, ഈ പേഴ്സൺ ശരിക്കും ജെനുവിൻ ആണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. ആൻഡ് ഇവിടെ ക്വീൻ ഓഫ് കപ്സ് ആയിട്ടാണ് നിങ്ങളെ കാണുന്നത്. ക്വീൻ ആവണമെന്നില്ല, കിങ് ആയിട്ട് എടുക്കാം. നിങ്ങളോട് അവർക്ക് അത്രത്തോളം നിങ്ങൾ അവരെയും കെയർ ചെയ്യുന്നുണ്ട്. അത് തട്ടുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ അവരെയും കെയർ ചെയ്യുന്നുണ്ട്. അവർക്ക് നന്നായിട്ട് അറിയാം നിങ്ങൾ എത്രത്തോളം അവരെ കെയർ ചെയ്യുന്നുണ്ടെന്ന് അവർക്കറിയാം. നിങ്ങൾ എത്രത്തോളം കെയറിങ് പേഴ്സൺ ആണെന്ന് അവർക്കറിയാം. ഓക്കെ, ഒരു അമ്മയെപ്പോലെ അല്ലെങ്കിൽ ഒരു നമ്മൾ പറയില്ലേ കിങ് ആയാലും അച്ഛൻ, ആ രീതിക്ക് നിങ്ങൾ അത്രത്തോളം കെയർ ചെയ്യുന്ന ഒരു പേഴ്സൺ, അങ്ങനെ ആണ് അവർ നിങ്ങളെ കാണുന്നത്. നിങ്ങളുമായിട്ട് ഒരു Ace of Pentacles എന്ന് പറയുമ്പോൾ അവർ നിങ്ങളുടെ അടുത്ത് ഒരു ഓഫറുമായിട്ട്, ഓക്കെ, നിങ്ങൾ കൊടുക്കുന്ന കെയറും കാര്യങ്ങളും അവരും തിരിച്ച് നിങ്ങളോട് അവർ കമ്മിറ്റഡ് ആയിട്ട് നിൽക്കുന്നു എന്ന് പറയാം. ഓക്കെ, ആ ഫീലിംഗ് ആണ് അവർക്ക് നിങ്ങളോട്, കമ്മിറ്റഡ് ആയിട്ട് നിങ്ങളോട് നിൽക്കണം എന്ന്. ആഗ്രഹങ്ങളുണ്ട് അവർക്ക്, ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. നിങ്ങളെ ചുറ്റിപ്പറ്റി അവർക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, സ്വപ്നങ്ങളുണ്ട് അവരുടെ എന്ന് പറയാം. ഓക്കെ, 6 of Pentacles അഗൈൻ, നിങ്ങൾ അങ്ങോട്ട് എന്താണോ കൊടുക്കുന്നത്, എന്തൊക്കെ എങ്ങനെയാണോ നിങ്ങൾ അവരെ കെയർ ചെയ്യുന്നത്, എങ്ങനെയാണോ അതിൻ്റെയൊക്കെ അവർ വേറെ രൂപത്തിൽ നിങ്ങൾക്ക്
തരാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഒരു സ്റ്റെബിലിറ്റിയുടെ രൂപത്തിൽ. ഓക്കെ, നിങ്ങൾ അങ്ങനെ അങ്ങോട്ട് കൊടുക്കുന്നത് ഇപ്പോൾ കെയർ ആയിട്ടും ഇതായിട്ടും കൊടുക്കുമ്പോൾ അവർ നിങ്ങളുടെ ലൈഫ് സ്റ്റേബിൾ ആക്കിയിട്ടും നിങ്ങളുടെ അടുത്ത് കമ്മിറ്റഡ് ആയിട്ടും ഒക്കെ നിൽക്കാൻ എന്ത് തന്നെയായാലും അങ്ങോട്ട് കൊടുക്കുന്നതിൻ്റെ ഈക്വലായിട്ട് നിങ്ങൾക്കും തരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് ഒരുപാട് സ്വപ്നങ്ങളാണ്, ശരിക്കും പറഞ്ഞാൽ വിഷാണ്, ആഗ്രഹങ്ങളുണ്ട് ഒരുപാട്. അതും നിങ്ങളെക്കുറിച്ചാണ് ആഗ്രഹങ്ങൾ. ഓക്കെ, 8 ഓഫ് കപ്സും 8 ഓഫ് വാൻസും ഉണ്ട്. സോ നിങ്ങൾ തമ്മിൽ ഒരു അകൽച്ച വന്നിട്ടുണ്ടാവാം, മേ ബി റീസൺ എന്ത് തന്നെ ആയാലും. ഓക്കെ, കോൺഫ്ലിക്ട്സ് വന്നിട്ട് ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു അകൽച്ച വന്നിട്ടുണ്ടാവാം. വേറെ തേർഡ് പാർട്ടീസ് ആരെങ്കിലും ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ഇടയിൽ പ്രശ്നം ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ ഫ്രണ്ട്സോ ഫാമിലിയോ എന്തോ ആവാട്ടോ, ആരെങ്കിലും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എന്തെങ്കിലും തരത്തിലൊരു ഫൈറ്റ് നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ടാവാം. ഓക്കെ, നിങ്ങൾ തമ്മിൽ അകന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് തിരിച്ച് എത്രയും വേഗം വരണം എന്നാണ് അവർക്ക് ആഗ്രഹം. ഓക്കെ, ആൻഡ് ഇതും പറയുന്നത് ആക്ച്വലി ഒരു ഓഫറുമായിട്ട് വരുന്ന പോലെയാണ്. സോ മേ ബി നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷനിൽ ഇപ്പോൾ ആയിരിക്കാം. ഓക്കെ, ഇപ്പോൾ ഒരു സെപ്പറേഷൻ പീരീഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ അവർ നിങ്ങളെ വാക്കവേ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് എത്രയും വേഗം തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് എത്തണം എന്നാണ് ആഗ്രഹം. ഓക്കെ, ആൻഡ് വെയിറ്റ് ചെയ്യുന്നുണ്ട് അവർ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവർ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയാം, അല്ലെങ്കിൽ എന്താ പറയാം, നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു എന്നല്ല, അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ കാണാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എങ്ങനെയെങ്കിലും കാണണം എന്ന ആഗ്രഹമുണ്ട് എന്ന് പറയാം. ഓക്കെ, അവർക്കും നിങ്ങളെ കാണാൻ ആഗ്രഹമുണ്ട്, എങ്ങനെയെങ്കിലും അതിനൊരു സാഹചര്യം ഒത്തുവരുമോ എന്നൊക്കെ. പക്ഷെ അവർക്കൊരു പേടിയുണ്ട് കാണാൻ. അവർ നിങ്ങൾ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് വരുമോ എന്നുള്ളൊരു പേടിയുണ്ട് അവർക്ക്. ഓക്കെ, കാരണം എവിടെയോ ആക്ച്വലി ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വേറെ ആരെങ്കിലും, അതാണ് ഞാൻ പറഞ്ഞത്, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് നിങ്ങൾ തമ്മിൽ തെറ്റിച്ചിട്ടുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട് എനിക്ക്. പക്ഷെ അവർക്ക് കമ്മിറ്റ്മെൻ്റ് ആണ് നിങ്ങളുടെ അടുത്ത് ആഗ്രഹം. ഓക്കെ, ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു മാരേജ് എന്ന രീതിയിലാണ് അവർക്ക് ആഗ്രഹമുള്ളത്. ഓക്കെ, ആൻഡ് ഇവിടെ മജീഷ്യൻ ഉണ്ട്. സോ അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെ എന്നും പറയാം. അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളാണ് വിട്ടുപോയതെങ്കിൽ നിങ്ങൾ തിരിച്ചു വരാനും അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനെയും പറയാം. ഓക്കെ, നിങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങൾ തിരിച്ചു വരാൻ, നിങ്ങളുടെ ഒരു മെസ്സേജ് വരാൻ അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനെയും പറയാം ഇവിടെ. കാരണം നിങ്ങൾ തമ്മിൽ ഒന്നുമില്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളുടെ ഇടയിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടാവാം. അത് നിങ്ങളുടെ ഫ്രണ്ട്സ് എന്ന് കരുതുന്ന ആരെങ്കിലും ഒക്കെ ആയിരിക്കാം. ഓക്കെ, അങ്ങനെ വല്ലതും ഇഷ്യൂ വന്നിട്ടുണ്ടാവും. പക്ഷേ അവർക്ക് നിങ്ങളുമായിട്ട് ശരിക്കും ഒരു കമ്മിറ്റഡ് ലൈഫ് വേണം, നിങ്ങൾ ഒന്നിച്ച് വേണം എന്ന രീതിക്കാണ് അവർ കാണുന്നത്. അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെ. ഓക്കെ, അവർക്ക് സ്ട്രെസ് ഉണ്ട്, അവർക്ക് ടെൻഷൻ ഉണ്ട്, വിഷമമുണ്ട് എന്നൊക്കെ പറയാം. ആൻഡ് എത്രയും വേഗം അവർ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരണം, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് ഏതെങ്കിലും ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ നിങ്ങൾ തമ്മിൽ മീറ്റിംഗ്, അല്ലെങ്കിൽ കാണാൻ, സംസാരിക്കാൻ, കമ്മ്യൂണിക്കേഷന് എല്ലാം അവർ ആഗ്രഹിക്കുന്നു എന്ന് പറയാം. തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഉണ്ട് ഇവിടെ. ഓക്കെ, യെസ്, തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സണിന് പക്ഷേ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവരുടെ ലൈഫിൽ വേറെ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ തന്നെ അവർ അതിനും മേലെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് തരുന്നുണ്ട്. ഓക്കെ, വേറെ ആരെങ്കിലും ഇപ്പോൾ ഫ്രണ്ട്സോ ഫാമിലിയോ ഒക്കെ നിങ്ങളെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ തമ്മിൽ അകറ്റാനൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ മേലെ അവർ നിങ്ങളെ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത്. സോ ആ ഇമ്പോർട്ടൻസ് ഉണ്ട് അവർക്ക്, തീർച്ചയായിട്ടും ഉണ്ട്. വളരെയധികം സ്ട്രെസ്ഡ് ആണ് അവരിപ്പോൾ. യെസ്, അവർക്കൊരു മാരേജ് വേണം എന്ന് തന്നെയാണ് ആഗ്രഹം ഇവിടെ. ഓക്കെ, ചിലവർ മാരീഡ് ആണെങ്കിൽ അതിൻ്റെ ഒരു സ്ട്രെസ് എന്ന് പറയാം, അതിൻ്റെ ജഗ്ലിങ് നമുക്കിവിടെ കാണുന്നുണ്ട്. അങ്ങനെയാവാം ചിലവർക്ക്. പക്ഷെ അതിനെയൊക്കെ എന്താ പറയുക, അതിൻ്റെയൊക്കെ മേലെ അവർ നിങ്ങളെ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് തന്നെയാണ് എനിക്ക് കാണുന്നത്. അവർ ഹോൾഡ് ബാക്ക് ചെയ്തിട്ടുണ്ടാവാം ഇതുവരെ. ഓക്കെ, ഇതുവരെ അവർ ഒന്ന് പിന്നോട്ട് വലിഞ്ഞ് നിന്നിട്ടുണ്ടാവാം. പക്ഷെ ഇപ്പം അവർ ഒരു ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരണം എന്നാണ്. അവർ ഒരുപാട് വിഷമം അനുഭവിക്കുന്നുണ്ട്. ഓക്കെ, അവർക്കും സ്ട്രെസ്സോ ടെൻഷനോ ഒക്കെ ഉണ്ട്, അവരുടെ ലൈഫിൻ്റെ ആയിരിക്കാം. ഐ തിങ്ക് അവർ ഓൾറെഡി മാരീഡ് ആണെങ്കിൽ, ഇവിടെ ഓൾറെഡി നമ്മൾ ചില സമയത്ത് തേർഡ് പാർട്ടി ഇഷ്യൂ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, 2-3 കാഴ്ച തേർഡ് പാർട്ടി റെപ്രസെൻറ്റേഷൻ ഉണ്ട്. ഓൾറെഡി അവർ മാരീഡ് ആയിരിക്കാം ചിലവർക്ക്. ഓക്കെ, മാരീഡ് ആണെങ്കിൽ ആ ഒരു കാര്യമാണ് ഇവിടെ തടസ്സം. പക്ഷെ അതിനെ മറികടന്ന് അവർ വരാനാണ് ആലോചിക്കുന്നത്, അതിന് എഫേർട്ട് ഇടണം എന്നാണ് അവർ അഗെയിൻ മാനിഫെസ്റ്റേഷൻ്റെ. ഓക്കെ, അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് അവർക്ക്. ഓക്കെ, ഒരു ജഗ്ലിങ് ഇവിടെ ഉണ്ട് ലേശം. ഓക്കെ, സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളൊരു ജഗ്ലിങ് കാണുന്നുണ്ട്. പക്ഷെ അവർ നിങ്ങളെ ചൂസ് ചെയ്ത് മുന്നോട്ട് വരണം എന്നാണ് കാണുന്നത്. കമ്മിറ്റഡ് ആയിട്ട് നിങ്ങളവിടെ നിൽക്കണം, ക്ലാരിറ്റിയോടെ നിങ്ങളോട് പറയണം. ഏസാണ്, ഏസ് ഓഫ് വോൺസ് ഉണ്ടായിരുന്നു, ഏസ് ഓഫ് സോർഡ്സ് ഉണ്ട് ഇവിടെ, അല്ലേ? അപ്പം തീർച്ചയായിട്ടും ഇനി ഇതിനപ്പുറം എന്തെങ്കിലും എടുക്കുന്നില്ല, ഞാൻ ഒരു കാർഡും എടുക്കുന്നില്ല. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിർത്തിക്കൊള്ളണം. 2 ഓഫ് കപ്സ് ആണ്. ഓക്കെ, നിങ്ങളെ സോൾമേറ്റ് ആയിട്ടാണ് അവർ കാണുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, വേറെ എന്ത് തന്നെ സിറ്റുവേഷൻ ഉണ്ടെങ്കിലും അതിൻ്റെ മേലെയാണ് അവർ നിങ്ങളെ കാണുന്നത്, ഡെഫിനറ്റ്ലി. ഓക്കെ,
സോ യെസ്, സിറ്റുവേഷൻ ഉണ്ടാവാം, സാഹചര്യം ഉണ്ടാവാം, അതുകൊണ്ട് അവർ വോക്ക് അവേ ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവാം, വിട്ടുപോകേണ്ടി വന്നിട്ടുണ്ടാവാം, അകന്ന് നിൽക്കുന്നുണ്ടാവാം, പലതും ഉണ്ടാവാം, പല കാര്യങ്ങളും ഉണ്ടാവാം. പക്ഷെ മനസ്സിൽ ഇമ്പോർട്ടൻ്റ് നിങ്ങൾ തന്നെയാണ്. ഓക്കെ, അതല്ലേ. വേറെ എന്തൊക്കെ സിറ്റുവേഷൻ ഉണ്ടെങ്കിലും, എന്ത് സാഹചര്യം ഉണ്ടെങ്കിലും, എന്ത് തന്നെ ആയാലും ഇവിടെ ഒരു ഡെവിൾ ഉണ്ട്. ഓക്കെ, ഡെവിൾ എന്ന് പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട്, നമ്മളൊരു നെഗറ്റീവ് ഇൻഫ്ലുവൻസ് പറയും. ആക്ച്വലി അത് എൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന്, അതും പറയാം നമുക്ക്. ഓക്കെ, ഡെവിൾ ഇൻഫ്ലുവൻസ് അവർ പുറത്തു വരാൻ ശ്രമിക്കുന്നു എന്ന് പറയാം. ഓക്കെ, ഡെവിൾ എന്ന് പറയുമ്പോൾ തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് നമ്മൾ പറഞ്ഞു ഓൾറെഡി. തേർഡ് പാർട്ടി ആര് തന്നെ ആയാലും ശരി, അതിൻ്റെയൊക്കെ ഫാമിലി ആവാം, ഫ്രണ്ട്സ് ആവാം, എന്ന് വേറെ ആരെങ്കിലും നിങ്ങളുടെ ഇടയിൽ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്നവരായിരിക്കാം, എന്തോ ആവാം. പക്ഷെ അതിൻ്റെയൊക്കെ മേലെ അവർ അതിനെ എൻഡ് ചെയ്തിട്ട് ആ തേർഡ് പാർട്ടിയിൽ നിന്ന് പുറത്തു വന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ, നിങ്ങളെ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുമായിട്ട് അവർ ഷെയർ ചെയ്യുന്ന ആ ഒരു കമ്പാനിയൻഷിപ്പ്, ആ ഒരു സ്നേഹം, ഫീലിങ്സ്, അത് വേറെ ആരോടും അവർക്കില്ല എന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് കമ്മിറ്റഡ് ആയിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളെ ചുറ്റിപ്പറ്റി ഫീലിങ്സ് എന്നൊക്കെ പറയുന്നതും അല്ലേ. ഓക്കെ, സോ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ അവർക്ക് സാഹചര്യങ്ങൾ അനുസരിച്ച് യെസ് അവർ പ്രകടിപ്പിക്കുന്നതോ കാണിക്കുന്നതോ സംഭവിക്കുന്നതൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ല. പക്ഷെ ആക്ച്വലി നേരത്തെ ഇതുണ്ടായിരുന്നു, ഇവിടെ ബോട്ടം കാണുന്നതുകൊണ്ട് ഞാൻ പറയുന്നു, ഐ എം കമ്മിങ് ടു കോൺടാക്ട് യു സൂൺ എന്ന് പറഞ്ഞിരുന്നു, നേരത്തെ എനിക്ക് കിട്ടിയിരുന്നു. സോ വേഗം അവർ വരാനുള്ള ഒരു സാധ്യത നമ്മൾ പറഞ്ഞു. അവർ കോൺടാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നല്ലേ, അവർക്ക് ആഗ്രഹമുണ്ട്, ആ കോൺടാക്ട് വേഗം വരണം എന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. സോ ഇതുകൂടി നോക്കാം. ഒറക്കിൾ മെസ്സേജ്, പേഴ്സണൽ മെസ്സേജസ് കൂടി നമുക്കൊന്ന് നോക്കാം. അവരെന്താ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഒബ്സെസ്ഡ് പ്രണവേദ നേരത്തെ വന്നിരുന്നു. ടിയേഴ്സ്, ദിസ് ഈസ് എൻ ഗുഡ് ബൈ. മൈ കിഡ്സ്, ഓക്കെ, ആക്ച്വലി സംതിങ് ടു സേ സൂൺ. കണ്ടോ, നമ്മൾ പറയുന്നത്, ഞാൻ പറയുന്നത്, ഇവിടെ പറയുന്നത് യൂണിവേഴ്സ് എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ്. ഓക്കെ, യൂണിവേഴ്സ് കാണിച്ചു തരുന്നതാണ് ഞാനിവിടെ പറയുന്നത്. സോ അവർക്ക് നിങ്ങളോട് ഓപ്പൺ അപ്പ് ആവാൻ പേടിയാണ്. ഓക്കെ, അവർ ഇമോഷണൽ ഇൻറ്റിമസിക്ക് അവർക്ക് പേടിയാണ്. കാരണം നിങ്ങളുടെ അടുത്ത് കാര്യങ്ങൾ ഓപ്പണായി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവരെ എങ്ങനെ എടുക്കും എന്നുള്ളൊരു ടെൻഷൻ ഉണ്ട് അവർക്ക്. ഓക്കെ, അതുകൊണ്ടൊക്കെയാണ് അവർ പല കാര്യങ്ങളും മറച്ചു വെക്കുന്നത്. നമ്മൾ 4 of Pentacles നേരത്തെ പറഞ്ഞിരുന്നു, അവർ പല കാര്യങ്ങളും അവർ ഉള്ളിൽ വെച്ചിരിക്കുകയാണ്, തുറന്ന് പറയുന്നില്ല. ഓക്കെ, ഒബ്സെസ്ഡ് ആണ് അവർ നിങ്ങളെ. Okay, I'm thinking, I think I'm obsessed with you. I think about you all the time. Stalk your social and I hope I run into you when I'm out. അവർ ആക്ച്വലി നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങളോട് സംസാരിക്കുന്നുണ്ടാവില്ല, കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല, പക്ഷെ അവർ നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഫ്രണ്ട്സിൻ്റെ ത്രൂ ആയിരിക്കാം, സോഷ്യൽ മീഡിയയിലായിരിക്കാം, ഫേസ്ബുക്ക്, വാട്സാപ്പിലൊക്കെ ആയിരിക്കാം. നിങ്ങളുടെ സ്റ്റേറ്റസ് നോക്കാൻ ശ്രമിക്കുന്നുണ്ട്, DP നോക്കാൻ ശ്രമിക്കുന്നുണ്ട്, ലാസ്റ്റ് എപ്പോഴാണ് വന്നുപോയേ നോക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ അവർ ചെയ്യുന്നുണ്ട്. ഒബ്സെസ്ഡ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, പക്ഷേ അത് പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങോട്ട് പോകരുതേ. ഇത് എൻ്റെ വാർണിംഗ്, ഓർമ്മ വെച്ചോളൂ. അങ്ങോട്ട് പോകാൻ നിൽക്കണ്ട, അവരിങ്ങോട്ട് തന്നെ വരട്ടെ. ഒബ്സെസ്ഡ് ആണെങ്കിൽ അത് വരട്ടെ, വന്ന് കാണിക്കട്ടെ. റണ്ണവേ, അവർ പറയുന്നത് എൻ്റെ കൂടെ ഓടിപ്പോവെന്നാണ് ചോദിക്കുന്നത് കേട്ടോ. ഹവായിലേക്കാണ് ചോദിക്കുന്നത്, ഈ ഭാഗത്തേക്കാണ് വരുന്നത്. ഓക്കെ, US വരാൻ വേണമെങ്കിൽ നമ്മൾ ഒന്ന് ഒളിച്ചോടാമെന്നാണ് അവർ പറയുന്നത്. അവർക്ക് നിങ്ങളുമായിട്ട് സമയം അലോൺ വേണം, നിങ്ങളുമായിട്ട് സമയങ്ങൾ വേണം. അതായത് ഒന്നുമില്ല, ഒളിച്ചോടാന്ന് മാത്രമല്ല, നിങ്ങൾ തമ്മിൽ ഒരു നല്ല സമയങ്ങൾ സ്പെൻഡ് ചെയ്ത് കുറച്ചുകൂടി നമ്മൾ പറയില്ലേ, ഒന്ന് സമാധാനമായിട്ട് കാര്യങ്ങൾ സംസാരിക്കാൻ, ലോകത്തു നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കാമെന്ന് പറയില്ലേ, ആ രീതിക്ക് അവർക്ക് ആഗ്രഹമുണ്ട് എന്നാണ് പറയുന്നത്. ടിയേഴ്സ്, വെൻ ഐ തിങ്ക് അബൌട്ട് യു ഐ ക്രൈ. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ കരയുന്നുണ്ട്. ലേഡീസ് ആയാലും ജെൻസ് ആയാലും, ജെൻസും കരയുന്നുണ്ട് കേട്ടോ. ഓക്കെ, വെൻ ഐ തിങ്ക് അബൌട്ട് യു ഐ ക്രൈ എന്ന് പറയാം, എന്ന് പറയുന്നുണ്ട്. അവർക്ക് കരച്ചിൽ വരാറുണ്ട് നിങ്ങളെ ഓർക്കുമ്പോൾ. കാരണം അവർക്ക് എവിടെയോ നിങ്ങളെ ഹേർട്ട് ചെയ്ത ഒരു വിഷമമൊക്കെ ആയിരിക്കാം, നിങ്ങളെ വിട്ട് നിൽക്കുന്നതിൻ്റെ വിഷമം അവർക്കും ഉണ്ട്. ദിസ് ഈസ് എൻ ഗുഡ് ബൈ. ഐ ഡോണ്ട് വാണ്ട് ടു വാക്ക് അവേ ബട്ട് ഇറ്റ്സ് വാട്ട്സ് ബെസ്റ്റ് ഫോർ മീ ആൻഡ് അസ് റൈറ്റ് നൗ. ദിസ് ഈസ് എൻ ഗുഡ് ബൈ, വി വിൽ ബി ടുഗെദർ. ഞാനിതാണ് നേരത്തെ പറഞ്ഞ 8 of Cups ഉണ്ടായിരുന്നു, വാക്കിംഗ് അവേ ഉണ്ടായിരുന്നു. അതിൻ്റെ തൊട്ടടുത്തുണ്ടായിരുന്നത് 8 of Wands ആണ്. എന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷനാണ്, തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. സോ ഇത് അവർ പറയുന്നത് ഇപ്പോൾ തൽക്കാലം അവർ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊരു ടെമ്പററി സെപ്പറേഷൻ മാത്രമാണ്, തിരിച്ചു വരും എന്നുള്ളതാണ് പറയുന്നത്. അവർക്ക് ആഗ്രഹമുണ്ട്, അവർക്ക് അങ്ങനെ നിങ്ങളെ ടോട്ടലായി വിട്ടുപോകണമെന്നൊന്നുമില്ല. ഇപ്പോൾ തൽക്കാലം അവരൊരു സമയം എടുത്തിരിക്കുകയാണ്. മേ ബി അവർക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള കാര്യങ്ങൾ ആലോചിക്കാനായിരിക്കാം, ഡിസിഷൻസ് എടുക്കാനായിരിക്കാം. ഓക്കെ, അവരുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം, അതുകൊണ്ടൊക്കെ ആയിരിക്കാം. ഇപ്പം അത് ഗുഡ് ബൈ അല്ല എന്നാണ് പറയുന്നത്. ഹാവ് മൈ കിഡ്സ് എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ ഒരു എംപ്രസ് കാർഡ് കണ്ടിരുന്നു. അപ്പോൾ നിങ്ങളെ മാരേജ് ചെയ്യാനുള്ള ആഗ്രഹം ഞാൻ പറഞ്ഞ പോലെ ഉണ്ട് അവർക്ക്. ഓക്കെ, അവർ പറയുന്നത് എൻ്റെ കുട്ടികളെ നിങ്ങൾ പ്രസവിക്കുക എന്ന് വെച്ചാൽ, സോറി ലേഡീസ് ആണെങ്കിലും കേട്ടോ, ജെൻസ് നിങ്ങളോട് പറയുന്നതായിട്ട് കണക്കാക്കാം. അല്ല, ജെൻസ് ആണെങ്കിലും നിങ്ങളുടെ ലേഡീസിന് ആഗ്രഹമുണ്ട് നിങ്ങളുടെ കുട്ടികൾ വേണം എന്നൊക്കെ. എന്ന് വെച്ചാൽ എന്താണ്, ഫാമിലി വേണം, നിങ്ങൾ ഒന്നിച്ച് വേണം എന്നൊക്കെ തന്നെ. ഐ ഡ്രീം ഓഫ് ദ ഡേ ഐ ക്യാൻ എക്സ്പീരിയൻസ് റേസിങ് എ ഫാമിലി ടുഗെദർ. നിങ്ങൾ ഒന്നിച്ച് ഒരു ഫാമിലി ആയിട്ട് ഇരിക്കുന്നത് അവർക്ക് ആഗ്രഹമുണ്ട് എന്നാണ് പറയുന്നത്. സംതിങ് ടു സേ.
ദർ ഇസ് സംതിങ് ഐ റിയലി വോണ്ട് ടു ഷെയർ വിത്ത് യു. ഐ എം വെയിറ്റിംഗ് ഫോർ ദ റൈറ്റ് ടൈം ടു ടെൽ യു. അവർക്ക് എന്തോ നിങ്ങളോട് പറയാനുണ്ടെന്നാണ് പറയുന്നത്. സർപ്രൈസ് ആണ്, എന്തോ അവർ പറയാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് അഗെയിൻ ഐ എം കമ്മിങ് ടു കോൺടാക്ട് യു സൂൺ എന്നുണ്ട്. പെട്ടെന്ന് വരും അവർ. ഓക്കെ, വിട്ട് പോയിട്ടുണ്ടെങ്കിൽ തന്നെ അതൊരു ഗുഡ് ബൈ അല്ല, അവർ തിരിച്ചു വരും. ചില കാര്യങ്ങളൊന്ന് ശരിയാവാനുള്ള ഡിവൈൻ ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്യാം നമുക്ക്. ആക്ച്വലി ഓക്കെ, നമ്മൾ വെയിറ്റ് ചെയ്യാം. അങ്ങോട്ട് നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ട പ്ലീസ്. എന്ത് തന്നെ സിറ്റുവേഷൻ ആയാലും നോ കോൺടാക്റ്റ് ഒക്കെ ആണെങ്കിൽ പ്ലീസ് അങ്ങോട്ട് പോവാതിരിക്കുക. ഓക്കെ, അവരിങ്ങോട്ട് വരട്ടെ, അവരായിട്ട് ഇങ്ങോട്ട് വരട്ടെ. അപ്പോഴേ നിങ്ങൾക്കും അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. അത് ഞാൻ പറയുന്നത് മനസ്സിലാക്കുക. നിങ്ങൾ അങ്ങോട്ട് പോയിട്ട് ആൾ വന്ന് സംസാരിച്ചാലും ഉണ്ടല്ലോ, നിങ്ങളുടെ മനസ്സിൽ ആ ഒരു വിഷമം കിടക്കും. ഓ, ഞാനിങ്ങനെ പിന്നാലെ പോയിട്ടല്ലേ വന്ന് എന്ന് തോന്നും. സോ മിണ്ടാതിരിക്കുക. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയിരിക്കുക. അവർ വന്നോളും. ഓക്കെ, അവർക്ക് നിങ്ങളോട് ആ ഫീലിങ്സ് ഉണ്ട്, എല്ലാം വേണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ അവർ ശരിയാക്കാനുണ്ട്. ചിലവർ മാരീഡ് ആണെങ്കിൽ അതിൻ്റെ സിറ്റുവേഷൻ ഉണ്ട്. ചിലവർക്ക് വേറെ ആരെങ്കിലും തടസ്സം നിങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ശരിയാവാനുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെതായ സമയം കൊടുക്കുക നമ്മൾ. ഓക്കെ, എല്ലാവരും അതുവരെ പോസിറ്റീവായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. നല്ലൊരു ദിവസമാവട്ടെ. നന്ദി, നമസ്കാരം.